ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ ഡിസ്ചാർജായി പോകുമ്പോൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. അതായത് മാസം തികഞ്ഞൊരു കുട്ടിയാണ്, വെയിറ്റൊക്കെ ഉള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, വീട്ടിൽ പോകുമ്പോൾ എപ്പോൾ കുളിപ്പിക്കണം, പൗഡർ ഇടാവോ, കൺമഷി ഇടാവോ, എണ്ണ ഏതാണ് തേക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു തികഞ്ഞ കുട്ടികൾക്കായിട്ട്, വെയിറ്റുള്ള കുട്ടികൾക്കായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കും. പിന്നെ വെയിറ്റ് കുറവുള്ള കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റ്ലീസ്റ്റ് മാസം തികഞ്ഞ വെയിറ്റ് അത്യാവശ്യം ഏകദേശം 2.5 കിലോന് മുകളിലുള്ള കുട്ടികളുടെ ജനറൽ പരിചരണത്തെക്കുറിച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്ന പീഡിയാട്രിഷ്യൻ്റെ നിർദ്ദേശങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതൊരു ജനറൽ ഗൈഡ് ലൈൻസ് മാത്രമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കാനാണ്. ഇവരുടെ സ്കിന്ന് കുറച്ചൊരു തിന്നായിരിക്കും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തണുപ്പ് തട്ടാനും തണുപ്പുള്ളിലേക്ക് തട്ടിയാൽ പല അവയവങ്ങളുടെയും പ്രവർത്തനം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കണം. ഇപ്പോൾ കുറച്ചൊരു മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ സോക്സ് ഇട്ട് കൊടുക്കാം, കയ്യിലും കാലിലും തലയിൽ ക്യാപ്പ് ഇട്ട് കൊടുക്കാം, കുഞ്ഞിൻ്റെ ഒരു കുപ്പായം വെച്ച് കൊടുക്കാം, എന്നിട്ട് കട്ടിയുള്ള ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ക്ലോത്തിലോ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതല്ല കുഞ്ഞിനെ തൊട്ട് നോക്കുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ തലയൊക്കെ നന്നായിട്ട് വേർക്കുന്ന പോലെ തോന്നും, കുഞ്ഞിനെ തൊടുമ്പോൾ ഭയങ്കര ഒരു ചൂട് പോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ക്ലോത്തിൻ്റെ നമ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ചിലർ കുഞ്ഞുങ്ങളിൽ കൈയൊക്കെ കാല് പുറത്തേക്ക് ഇടുന്നു, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അത് പ്രോപ്പറായിട്ട് കുഞ്ഞിനെ കവർ ചെയ്യില്ലേ. കൈ മടക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞാണെങ്കിൽ കൈ മടക്കി തന്നെ വെച്ചിട്ട് നിങ്ങൾ കവർ ചെയ്യുക. അവരുടെ കൈ നിവർത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നോർമലി കൈ നിവർത്തി വെക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കൈ നിവർത്തി തന്നെ വെച്ചിട്ട് കവർ ചെയ്യുക. ഇനി 2 കൈയും പുറത്തേക്ക് ഇട്ട് കിടക്കുന്ന കുഞ്ഞാണെങ്കിൽ കൈയും പതുക്കെ പുറത്ത് നിന്നോട്ടെ, അല്ലാത്ത രീതിയിൽ കവർ ചെയ്യാൻ നോക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഡൗട്ടാണ് ഫാൻ ഇടാവോ എന്നുള്ളത്. ഫാനൊക്കെ നിങ്ങൾക്ക് ഇടാം, കാരണം റൂമിലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഫാനിൻ്റെ നേരെ താഴെ കുഞ്ഞിനെ കിടത്താതിരുന്നാൽ മതി, ഫാനിലെ പൊടിയൊക്കെ കളയണം എന്ന് മാത്രം. AC ഇടാവോ എന്ന് ചോദിക്കും. AC ഒരു ഒപ്റ്റിമം പാകത്തിൻ്റെ ലെവലിൽ, ഭയങ്കര കൂളായിട്ടല്ല, പാകത്തിന് നിങ്ങൾക്ക് AC ഇടാവുന്നതാണ്. ഇനി സെക്കൻഡ് കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് കുഞ്ഞിനെ പാല് കുടിപ്പിക്കുന്നത്. അതൊരു വലിയ വീഡിയോ തന്നെയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും നമുക്കെല്ലാം 2 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ, ആദ്യത്തെ 1 മാസമൊക്കെ പാല് കുടിപ്പിക്കേണ്ടതായിട്ട് വരും. 3 മണിക്കൂർ വരെ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ ഓക്കെ, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്താൽ മതി. ചിലപ്പോൾ രാത്രിയൊക്കെ കുട്ടി 1 മണിക്കൂർ ഇടവിട്ട് കരയും, ആ സമയത്ത് നിങ്ങൾക്ക് പാല് കൊടുക്കാം. എപ്പോഴും പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ നന്നായിട്ട് തട്ടിക്കൊടുക്കാം. തോളത്ത് കിടത്തിയിട്ടോ മടിയിൽ കിടത്തിയിട്ടോ തട്ടിക്കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി മൂന്നാമത്തെയാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു കുഞ്ഞ് ജനിച്ചാൽ കാണാൻ പോകുന്നത് നിങ്ങൾ മാക്സിമം ആ 28 ദിവസം കഴിഞ്ഞിട്ട് പോവുക. ആ ഉള്ളിലുള്ള ദിവസങ്ങളിൽ കുട്ടിക്ക് പൊതുവേ പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് എന്തെങ്കിലും അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കിട്ടും. പക്ഷേ നമ്മുടെ ഒരു ജനറൽ ട്രെൻഡാണ് കുഞ്ഞിനെ കാണാൻ പോകണം എന്നുള്ളത്. നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ പൊക്കോളൂ, കുഞ്ഞിനെ എടുക്കാനോ ഉമ്മ വെക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. കുഞ്ഞിനെ തൊടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് സാനിറ്റൈസറും തേച്ച ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞിനെ തൊട്ടാൽ അത് കുഞ്ഞിനോട് ചെയ്യുന്ന വലിയൊരു നല്ല കാര്യമാണ്. ഉമ്മ വെക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും മുഖത്തുമൊക്കെ ഉള്ളത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എപ്പോൾ കുളിപ്പിക്കാൻ പറ്റും. കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി വീണ് കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നതാവും നല്ലത്. ബിക്കോസ് അതിലേക്ക് സോപ്പും വെള്ളമൊക്കെ വീണിട്ട് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അത്ര ചളിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ജസ്റ്റ് നനച്ച് തുടച്ചാൽ മതിയാവും. അടുത്തതാണ് വൈപ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ പറയും ഈ സെൻറ്റഡ് ആയിട്ടുള്ള സ്മെല്ലുള്ള അങ്ങനത്തെ വൈപ്സ്, കൂടുതൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള വൈപ്സൊക്കെ ഒഴിവാക്കുക. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സാണ്, ഇങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഐഡിയലി നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത്സ് ഒരു തിളച്ച വെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് ജസ്റ്റ് പിഴിഞ്ഞിട്ട് തുടച്ചെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും കുഞ്ഞിൻ്റെ ശരീരം അമർത്തി തുടയ്ക്കരുത്, സ്പഞ്ച് ചെയ്തെടുക്കുക, ഒപ്പി എടുക്കുക. ഇനി എന്ത് സോപ്പാണ് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. ഏത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേബി സോപ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന സോപ്പ് എന്നൊന്നുമില്ല, നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതും വളരെ മിനിമം ക്വാണ്ടിറ്റി ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി ഓയിൽ മസാജ് വളരെ നല്ലതാണ്. കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഗ്രാൻഡ് പാരൻസിനോ ചെയ്യാം. ഏത് ഓയിലാണ് നല്ലത്? കോക്കനട്ട് ഓയിലായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ബദാം ഓയിൽ, ക്യാരറ്റ് ഓയിൽ, അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങൾ തന്നെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക. കുഞ്ഞിൻ്റെ രക്തോട്ടമൊക്കെ കൂടാൻ
വളരാനും കുഞ്ഞിൻ്റെ ഒരു നല്ല ഗ്രോത്തിനും വെൽബീയിങ്ങിനും ഈ ഓയിൽ മസാജ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് കുഞ്ഞിന് പൗഡർ ഉപയോഗിക്കാവോ എന്നുള്ളത്. പൗഡർ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പൗഡർ കൊണ്ട് കുട്ടിക്ക് തീരെ ഉപയോഗമില്ല. അൺനെസസറി കെമിക്കൽസ് കുഞ്ഞിന് ദോഷം ചെയ്യും. പിന്നെ നമ്മൾ പൗഡർ ഡസ്റ്റ് ചെയ്യുമ്പോൾ മൂക്കടപ്പുണ്ടാക്കാം, ശ്വാസകോശത്തിലേക്ക് പോകാം, ചുമ കുറുകലൊക്കെ വരാം. അപ്പോൾ പൗഡർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കോളൂ. കൺമഷിയും ഞാൻ പറയുന്നത് ജനറലി ഒഴിവാക്കാനാണ്. പക്ഷെ പലർക്കും അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മാനസിക സന്തോഷം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലൊന്നും വരയ്ക്കാതിരിക്കുക. പുരികത്തിലൊക്കെ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഡയപ്പർ ഉപയോഗിക്കണോ, തുണി ഉപയോഗിക്കണോ, ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ്. ഏത് യൂസ് ചെയ്താലും അതിൽ മലോ മൂത്രോ ഒക്കെ ആവുകയാണെങ്കിൽ അപ്പം തന്നെ മാറ്റിക്കൊടുക്കണം. എപ്പോഴും അബ്സോർബ് ചെയ്യുന്ന ഡയപ്പർ ആകുമ്പോൾ നല്ലതാണ്. അത് പക്ഷേ കുഞ്ഞിൻ്റെ സ്കിന്നിന് മാച്ച് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിന് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയപ്പർ ഏതായാലും ഉപയോഗിക്കാം. ക്ലോത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നനഞ്ഞ ഉടനെ തന്നെ മാറ്റുക. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഡയപ്പർ ഏരിയയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ഡയപ്പർ കൊണ്ടുള്ള ഇറിറ്റേഷൻസൊക്കെ കുഞ്ഞിന് കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നെ കുഞ്ഞിൻ്റെ നഖം മുറിക്കണോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. ഈ നഖം കൊണ്ട് അവർ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ പോറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പതുക്കെ അത് മുറിച്ചെടുക്കാം. അപ്പോൾ ചിലർ ചോദിക്കും ലൈക്ക് അത് കടിച്ച് മുറിക്കണോ, നെയിൽ കട്ടർ യൂസ് ചെയ്യണോ? ബേബി നെയിൽ കട്ടേഴ്സ് കിട്ടും, അതുകൊണ്ട് പതുക്കെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയാണ് തലയുടെ ക്യാപ്പ്, ഇവിടെ ഒരു ക്രാഡിൽ ക്യാപ്പ് എന്ന് പറയും. ഈ സ്കിന്നിങ്ങനെ പൊച്ചയായിട്ട് കിടക്കില്ലേ, അത് നമ്മൾ തുടച്ച് കളയണമെന്നൊക്കെ ഒന്നും വേണ്ട. ജെൻറ്റിലായിട്ടുള്ള ബ്രഷ് ഉണ്ടാവും, ചീർപ്പല്ല കേട്ടോ, ബ്രഷ് പോലത്തെ സോഫ്റ്റ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് തലയ്ക്ക് പതുക്കെ അത് ഹെയറൊക്കെ ഇതാക്കുന്ന കൂട്ടത്തിൽ പതുക്കെ ബ്രഷ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് പോവും. വാം ഓയിൽ തലയിൽ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്യാം. ബേബി ഷാമ്പൂസ് യൂസ് ചെയ്യാം. അപ്പോഴൊക്കെ ആ തലയിലുള്ള പൊറ്റ പതുക്കെ പോയിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻ ജനറൽ ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.